ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ജനുവരി 25-ന് നമ്മളിവിടെ കോഴിക്കോട് വെച്ച് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾ സിവിൽ ബിടെക് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് ജോലി നേടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ജനുവരി 25-ന് തുടങ്ങുന്ന നമ്മുടെ ഈ ബാച്ചിൽ ഓഫ്ലൈൻ നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിലുള്ള ക്യാമ്പസിൽ വെച്ച് ആരംഭിക്കുന്ന ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് നമ്മുടെ ഈ ബാച്ച് വരുന്നത്, ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കും, എങ്ങനെയാണ് ഈ ഒരു ബാച്ചിന്റെ സമയം വരുന്നത്, മെറ്റീരിയൽസ് എങ്ങനെയാണ്, എക്സാം എങ്ങനെയാണല്ലേ, നമ്മളിങ്ങനെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മളൊരു ബാച്ചിൽ ജോയിൻ ചെയ്യുള്ളൂ. സോ നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ നമ്മളിവിടെ കോഴിക്കോട് ജനുവരി 25-ന് തുടങ്ങുന്ന ഓഫ്ലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ്, എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ചിന്റെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇവിടെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ ബിടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. കാരണം നമ്മൾ ഇതൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളത് ഉദ്ദേശിച്ചുള്ള ബാച്ച് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ഉറ്റുനോക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ഒരുപാട് എക്സാംസുകൾ നമുക്ക് വരുന്നുണ്ട്. ISRO എക്സാം വരുന്നുണ്ട്, DRDO എക്സാംസുകൾ വരുന്നുണ്ട്. ഇനി അതന്നെ നമ്മൾ ബിടെക് ക്വാളിഫിക്കേഷൻ വരുന്ന PSC എക്സാംസുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്രമല്ല അല്ലെ, MTechും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ അറ്റൻഡ് ചെയ്യാം, ലെക്ചർ ഇൻ പോളി, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. അപ്പൊ ഇതുപോലുള്ള എക്സാംസുകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമ്മൾ ഇന്ന് ജനുവരി 25-ന് തുടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. കാരണം നമ്മൾ ഓരോ സബ്ജക്റ്റുകളും ഓരോ ചാപ്റ്ററുകളും അതിന്റെ ബേസിക് ലെവൽ തൊട്ടിട്ട് അതിന്റെ അഡ്വാൻസ്ഡ് ലെവൽ വരെ അല്ലെ, നമുക്കറിയാം എക്സാംസുകൾ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള LSGD എക്സാംസുകൾ, KW എക്സാംസുകളിലൊക്കെ നല്ല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ്, വെറും അഡ്വാൻസ്ഡ് ലെവൽ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, ബേസിക്സ് മാത്രം പഠിച്ചിട്ടും പോയാൽ പോരാ. നമ്മൾ ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കുകൾ ഓരോ ചാപ്റ്ററുകളും അതിന്റെ ബേസിക് ടോപ്പിക്കുകൾ മുതൽ ആ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്ക് വരെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ നടക്കുന്ന എക്സാംസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ഔട്ട് പെർഫോം ചെയ്തിട്ട് ആ ഒരു ഉയർന്ന റാങ്ക് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ ലക്ഷ്യം. ആ ഒരു ഉയർന്ന റാങ്ക് നമുക്ക് അഡ്വൈസ് കിട്ടി നമുക്ക് എന്തിൽ കയറണം, ജോലിയിൽ കയറണം അല്ലെ, അതാണ് നമ്മുടെ ഉദ്ദേശം. സോ നമുക്ക് ഈ ബിടെക് ലെവൽ വരുന്ന എല്ലാ എക്സാംസുകളുടെയും നമുക്ക് ഈ ഒരു എക്സാംസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ഒരു ബിടെക്കിന്റെ താഴെ വരുന്ന അല്ലെ ഓവർസിയർ എക്സാംസുകൾ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന RRB ജൂനിയർ എഞ്ചിനീയർ, ഓൾറെഡി ഡേറ്റ് വരുന്നതായിട്ടുള്ള SSC ജൂനിയർ എഞ്ചിനീയർ. അപ്പൊ ഈ ഒരു എക്സാംസുകൾക്ക് ഡിപ്ലോമ ആണെങ്കിലും ഇതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്താണ്, ഒരു ലെവൽ അല്ലെങ്കിൽ ബിടെക് ലെവലാണ് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അതല്ല ഡിപ്ലോമ ലെവൽ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ ടോപ്പിക്കുകൾ എന്താണ്, നിങ്ങൾ ഈ ഒരു ബിടെക് ലെവലിന് താഴോട്ടുള്ള എക്സാംസുകളും, അതായത് SSC ജൂനിയർ എഞ്ചിനീയർ, RRB ജൂനിയർ എഞ്ചിനീയർ, നമ്മുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാംസുകൾ, ട്രേസർ, ട്രേഡ്സ്മാൻ, ഗ്രേഡ് 1, 2, 3, ഇൻസ്ട്രക്ടർ എക്സാം, അങ്ങനെ ഒരുപാട് എക്സാംസുകൾ ഒരു ബിടെക് സിവിലാർക്ക് എഴുതാൻ പറ്റും. ചില ITI ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകൾ മാത്രമാണ് കോർട്ട് റൂളിംഗ് ഉള്ളത് കാരണം ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത്, ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസുകളാണ്. സോ ഈ ഒരു എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അതിലൊക്കെ ടോപ്പിക്കുകൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ, ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ലെവൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാംസുകൾ വരാനുണ്ട്. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ഹാർബർ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന, നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോ, LSGD ആണ് അല്ലെ, നമ്മളൊരു ബിടെക് കഴിഞ്ഞൊരു സിവിലുകാർ ഏറ്റവും കൂടുതൽ എക്സാംസുകൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ കൊടുക്കുന്ന ഒന്നാണ് LSGD. അതുപോലെ തന്നെയാണ് PWD, KW ഒക്കെ. അപ്പൊ അതിൽ വരുന്ന ഈ LSGD എക്സാം നമ്മുടെ PSCയുടെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പൊ PWD ഇറിഗേഷൻ ഒക്കെ വന്ന് നിങ്ങൾ കണ്ടു അല്ലെ, നമുക്ക് 2 ലിസ്റ്റ് വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, എക്സാം വന്നിട്ടുണ്ട്. സോ LSGD നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, നമുക്ക് 2021 ഐ തിങ്ക് ജൂൺ
ജൂലൈയിൽ ഏപ്രിൽ ആ സമയത്താണ് നമുക്ക് ഏത് വന്നത്, LSTDAയുടെ ലാസ്റ്റ് നമ്മളെ ലിസ്റ്റ് വന്നത്. സോ ഈ വരുന്ന 2023 നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജൂൺ ജൂലൈക്ക് അറൗണ്ട് ആയിട്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, LSTD അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികളായിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ കയറി ഒരുപാട് പേര് ആദ്യത്തെ 100-150 റാങ്കിലൊക്കെ ഉള്ളതിൽ ഒരു 3/4 അല്ലെങ്കിൽ 90% ആളുകളും വേറെ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് മാറിയിട്ടുണ്ട്, വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ നല്ല റാങ്ക് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ ഒരു വേക്കൻസികളും പുതുതായിട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ അടക്കം ഒരു നല്ലൊരു വേക്കൻസിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, LSTDA പ്രതീക്ഷിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞു നമ്മളൊരു മാസ് റിക്രൂട്ട്മെന്റ് വരുന്നതാണ് SSC JEയും RRB JEയും. ഈ ഒരു എക്സാംസുകളും SSC JE ഓൾറെഡി നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ RRB JEയും നമ്മൾ ഈ ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ RRB JE എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം മാത്രമാണ് നോട്ടിഫിക്കേഷന് ശേഷം നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് 1.5-2 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ടയർ എക്സാം ആയിരിക്കും, അത് കഴിഞ്ഞ് 1.5-2 മാസത്തിനുള്ളിൽ സെക്കൻഡ് ടയർ എക്സാം ആയിരിക്കും. സോ നമുക്ക് ഈ ഫസ്റ്റ് ടയറും പ്രിപ്പയർ ചെയ്യണം, സെക്കൻഡ് ടയറും പ്രിപ്പയർ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ എക്സാംസുകളൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഡേറ്റ് വരാനോ നമ്മൾ കാത്തിരിക്കരുത്. കാരണം അത് വന്ന് കഴിഞ്ഞ ശേഷം പഠിക്കാനുള്ളതല്ല നമുക്ക് ഈ എക്സാമിനുള്ളത്, അതിലും കൂടുതലുണ്ട്. എത്രത്തോളം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അത്രത്തോളം, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഉയർന്ന റാങ്ക് നേടുക എന്നുള്ളതാണ് നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ പ്രൈം ലക്ഷ്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ലക്ഷ്യത്തിൽ കിടക്കുക അല്ലെങ്കിൽ കട്ട് ഓഫ് ജസ്റ്റ് കവർ ചെയ്യുക, അതല്ല നമ്മുടെ ലക്ഷ്യം വേണ്ടത്. നമുക്ക് ജോലി കിട്ടണം അല്ലേ. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വെറുതെ കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ജോലി കിട്ടണം. സോ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഉയർന്ന റാങ്ക് തന്നെ വേണം. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. സോ നമ്മൾ ഈ ഒരു ക്ലാസിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെ ഓഫ്ലൈൻ ബാച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 5 ദിവസമായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. മൺഡേ ടു സാറ്റർഡേ ഇടയ്ക്ക് ഏതെങ്കിലും 5 ദിവസങ്ങളിലായിരിക്കും, മോർണിംഗ് ടു ഈവനിങ് ആയിരിക്കും. സോ നോർമലി 9:30 to 4:30 അതിൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, 9:30 to 3:30. എനിവേ 5 അവർ ക്ലാസ്സുകൾ നമുക്ക് വരുന്നത്, 5 to 6 അവർ ആയിരിക്കും ക്ലാസ് വരുന്നത്. 5 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ്സുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് നിങ്ങളങ്ങ് എക്സാം എഴുതി നിങ്ങൾ എന്ത് ചെയ്യും, PSC ഹാളിൽ കിടക്കുന്ന സമയത്തും സൈലം ടെക്നിക്കൽ എക്സാമിന്റെ കൂടെ എക്സാം എഴുതി ആ ഒരു പരിചയത്തിൽ വേണം നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഫൈനലി നിങ്ങൾ PSC എക്സാമിനേഷൻ ഹാളിൽ കയറി എക്സാം എഴുതാൻ. സോ അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് നമ്മൾ 700+ hours ആണ് നമുക്ക് എന്ത് വരുന്നത്, ക്ലാസ്സുകൾ വരുന്നത്. അതായത് ഓൾമോസ്റ്റ് നിങ്ങൾ 150 days നമ്മളെ കൂടെ ഉണ്ടാവും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒന്നിലേറെ എക്സാംസുകൾ, ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടോപ്പിക് ടെസ്റ്റും സബ്ജക്ട് ടെസ്റ്റുകളും ഉണ്ടാവും, ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും വീക്ക്ലി ടെസ്റ്റുകളും ഉണ്ടാവും. സോ അപ്പോൾ നമ്മൾ ഈ ഒരു 5 മണിക്കൂർ ക്ലാസ്സും അത് കഴിഞ്ഞ് 1 അവറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സാംസുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളുടെ റിവ്യൂസുകൾ, നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ 5 to 6 അവർ ആയിരിക്കും നമുക്ക് ഒരു ദിവസത്തെ സെഷൻ വരുന്നത്, ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലാസ് നമ്മളൊരു ഏറ്റവും അടിപൊളിയായിട്ട് കൊണ്ടുപോയി, നമ്മൾ ഏറ്റവും മികച്ച ക്ലാസ്സുകളോട് കൊണ്ടുപോയി നിങ്ങളെ ഒരു ഉയർന്ന റാങ്ക് തന്നെ നേടാൻ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളത് ചെയ്യും. സോ ഞാൻ പറഞ്ഞു, നമുക്ക് ഏറ്റവും ഈ കേരളത്തിൽ തന്നെ ഉള്ളതിൽ വെച്ചുള്ള എക്സ്പീരിയൻസ്ഡ് ഈ PSC എക്സാംസുകൾക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് സിവിൽ ക്ലാസ്സുകൾക്ക് ക്ലാസ് എടുത്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. വർക്കൗട്ട് സെഷൻ ക്ലാസ്സിൻ്റെതല്ലാതെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എക്സ്ട്രാ വർക്കൗട്ട് സെഷനുകൾ അവൈലബിൾ ആയിരിക്കും. സ്റ്റഡി പ്ലാനുകൾ നമ്മൾ എങ്ങനെ പഠിക്കണം, ഈ ക്ലാസ്സിൻ്റെ കൂടെ എങ്ങനെ പഠിക്കാം, എങ്ങനെയൊക്കെ നമ്മൾ റിവൈസ് ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ മെൻറ്ററുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മെൻറ്റർ സപ്പോർട്ട് അല്ലേ, നമ്മൾ വെറുതെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നതല്ല, നിങ്ങളെ നോക്കും ആരൊക്കെയാണ് എക്സാം എഴുതുന്നത്, ആരൊക്കെയാണ് പിന്നിലോട്ട് പോകുന്നത്, ആരൊക്കെയാണ് കുതിച്ച് മുന്നിലോട്ട് വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ എന്തൊക്കെയാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളൊരു പേഴ്സണൽ ഒരു ഫ്രണ്ട് പോലെ, ഒരു സുഹൃത്ത് പോലെ, നിങ്ങളെ കൊണ്ടെടുക്കാൻ നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടാവും. അതുപോലെ ഞാൻ പറഞ്ഞു ടെസ്റ്റ് സീരീസ് അല്ലേ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. പഠിത്തം ക്ലാസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും, പക്ഷേ കറക്റ്റ് ഒരു ഓർഡറിൽ നിങ്ങളെ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് മാർക്കും റാങ്കൊക്കെ കിട്ടും, അതുപോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ആ മാർക്ക് വെച്ച് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ചെയ്യാൻ പറ്റും. സോ അതിൽ സബ്ജക്ട് ടെസ്റ്റുകൾ വരുന്നുണ്ട്, ടോപ്പിക് ടെസ്റ്റുകൾ ഓരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് ഓരോ ദിവസത്തെ ആ ടോപ്പിക്കിനനുസരിച്ച് ടോപ്പിക് ടെസ്റ്റുകൾ, വീക്കിലി നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ള അസസ്മെന്റ് ടെസ്റ്റുകൾ, പിന്നെ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ നമ്മളെ PSCക്കുള്ള ആ ഏത് എക്സാമിനാണോ നിങ്ങൾ RRB
RRB SSC എയ്ഡ് ഇതിൻ്റെയൊക്കെ അതേ രീതിയിലുള്ള ടെക്നിക്കലിൻ്റെ നമ്മളെ മോക്ക് ടെസ്റ്റുകൾ, ദെൻ സ്റ്റഡി മെറ്റീരിയലുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകളൊക്കെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ നമ്മൾ ഈ ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് നമ്മൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളും നമ്മളും ഒരുമിച്ച് ചെയ്താൽ, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ പഠിക്കണം, നമ്മൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ ടെസ്റ്റ് നമ്മൾ ഇടുന്നു, നിങ്ങൾ ടെസ്റ്റ് വളരെ അടിപൊളിയായിട്ട് ഫുൾ മാർക്കോട് കൂടിയിട്ട് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന AE എക്സാംസുകളിൽ, RRB SSC എക്സാംസുകളിൽ ഉയർന്ന റാങ്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ജനുവരി, വീണ്ടും ഞാൻ ഡേറ്റ് പറയുന്നു, ജനുവരി 25 കോഴിക്കോടാണ് നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ച്. നിങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 35,000 ആണ്. അത് നമ്മൾ ഓഫർ പ്രൈസിലാണ്. ഫസ്റ്റ് 50 സ്റ്റുഡൻസിനാണ് ഈ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത്. സോ അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേ ചെയ്യാം. അപ്പോൾ ഫീനെ കുറിച്ചുള്ള കൂടുതൽ, അതുപോലെ ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 9ന്റെ മേലെ CGPA ഉള്ളവരാണോ, 8.5ന്റെ മേലെ CGPA ഉള്ളതാണോ, നിങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നിട്ട് ജോയിൻ ചെയ്യാൻ, അതായത് ഗ്രൂപ്പ് ജോയിനിങ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫറൻസ് ചെയ്യാനുണ്ടോ, അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഫീസിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് 5%, 10, 20%. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡീറ്റെയിൽസുകൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പറയുക എന്തൊക്കെയാണ് സ്കോളർഷിപ്പ്, ചോദിക്കുക എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് 9.5 CGPA ഉണ്ട്, അപ്പോൾ എനിക്ക് എത്ര ഫീസ് കുറയും എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലേറ്റ് ആക്കാതെ, നമ്മൾ ഓഫ്ലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ബാച്ച് പോലെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റൂല. ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന കുട്ടികൾക്ക് അനുസരിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഞാൻ പറയുന്നു ഓഫ്ലൈൻ ബാച്ച് ആണ്, ഓൺലൈനിൽ പോലെ നമുക്ക് ഒരുപാട് കുട്ടികളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. സോ ഈ ഒരു ബാച്ച് ഫസ്റ്റ് തുടങ്ങുന്ന ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ വെച്ച്. താങ്ക് യു.